ഏറ്റുമാനൂരിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഏറ്റുമാനൂർ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. പുതിയ റോഡുകൾ, പുതിയ സംരംഭങ്ങൾ, അവിടെയെല്ലാം വാസവൻ ചേട്ടൻ എന്തായാലും ഉണ്ടായിരിക്കും. ഞാൻ കൂടുതലും പ്രൊഫഷണലി സംസാരിക്കുവാണെങ്കിൽ 2018 പ്രളയത്തിലും അവിടെയും ആ സമയത്തും പല നാട്ടിലും വാസവൻ ചേട്ടനൊക്കെ നടത്തി വന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് പേഴ്സണലി എനിക്കറിയാം. ഇതിന്റെ കൂടെ തന്നെ പറയട്ടെ, ഞങ്ങളുടെ നാട്ടിന്റെ കാര്യം പോട്ടെ, ഞാൻ ഈ 2022 പാലക്കാട് മലയിൽ ബാബുവിനെ രക്ഷപ്പെടുത്തിയ സമയത്ത് ആദ്യം എന്നെ വിളിച്ച ആളുകളിൽ ഒരാൾ നമ്മുടെ വാസവൻ ചേട്ടനാണ്. വാസവൻ ചേട്ടന്റെ ആ കോളിൽ, ആ ഒരു വിളിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ എനിക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നത്തില്ല. കാരണം ഞങ്ങളുടെ നാട്ടില് എന്തെവിടെ സംഭവിച്ചാലും ആദ്യം അറിയുന്ന വാസവൻ ചേട്ടനാണ്. അതെങ്ങനെയെങ്കിലും വാസവൻ ചേട്ടന്റെ ചെവിയിലെത്തും. അതിനു വേണ്ട കാര്യങ്ങൾ വാസവൻ ചേട്ടൻ അവിടെ മുൻപിൽ നിന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും കോട്ടയത്തുകാർക്ക് അറിയുന്ന വാസവൻ ചേട്ടനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തും ആദ്യം അറിയുന്നയാൾ. ഹേമന്ത് മിനിസ്റ്ററുടെയും ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് പങ്കുവച്ചത്. എന്തും ആദ്യം അറിയുന്നയാളെന്നൊരു വിശേഷണം താങ്കളെക്കുറിച്ചുണ്ടല്ലോ. അത് സാധാരണഗതിയിൽ ഈ ദുരന്തം ഉണ്ടാകുന്നിടത്തുനിന്ന് ആദ്യം ഫോൺ കോൾ എനിക്കായിരിക്കും. ഏറ്റവും 4 സംഭവം പറയാം. ഒന്ന്, നമ്മുടെ ഐങ്കൊമ്പ് ബസ് ദുരന്തം. 16 പേര് കത്തിക്കരിഞ്ഞതാണ്. ആ 16 പേര് കത്തിക്കരിയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു ബസ് കത്തിയതാണ് ഐങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് 28 വർഷം മുമ്പ്. അപ്പോൾ ആദ്യത്തെ ഫോൺ കോൾ എനിക്കാണ് വന്നത്. ഞാനാണ് അന്ന് CM നയനാര. അന്ന് CM ഓഫീസിലേക്ക് വിളിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നു. അവിടുന്ന് വിളിച്ച് SPM കളക്ടറുണ്ട്, അവരറിയുന്നില്ല. അന്ന് കളക്ടർ നമ്മുടെ വിശ്വനാഥ് സിൻഹയാണ്, SP വാസുദേവനാണ് ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി. ഉള്ളി ചോദിച്ചാൽ പറയും. അപ്പോൾ ഞാനന്ന് ജില്ലാ ബാങ്ക് പ്രസിഡൻ്റാണ്. ഞാൻ ഈ വണ്ടി വിട്ടിങ്ങനെ പോകുമ്പോൾ കളക്ടർ പുറകെ വന്നിട്ട് കളക്ടർ വണ്ടി കേടായി. അപ്പോൾ എൻ്റെ വണ്ടി കയറി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഞാനിത് അറിഞ്ഞത്? ഞാൻ പറഞ്ഞു, അവിടെ കണ്ടു നിന്ന ഒരാളെന്നെ വിളിച്ചതാണ്, ഇങ്ങനെ സംഭവം പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് SP അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ സംഭവം 16 പേര് കത്തിക്കരിഞ്ഞ് കിടക്കുന്നു, വലിയ ദുർഗന്ധം, മറ്റുള്ള ബേൺസ് IC ഉണ്ടാക്കി ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തണം, ഈ ദൗത്യം ഏറ്റെടുക്കുക. അപ്പോൾ ഇദ്ദേഹം ആദ്യം കളക്ടറായി വന്ന ഒരു സമയമായിരുന്നുകൊണ്ട് ഇതിൻ്റെ നടപടിക്രമത്തിൽ അല്പം നിശ്ചയക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഓരോ ആളുകളെ അഡ്രസ്സ് നമുക്ക് വീട്ടിലേക്ക് കയറ്റി ആംബുലൻസിലേക്കാം. ഞാൻ പറഞ്ഞു, സാധ്യമല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും MSCT കിട്ടണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കണം, അതുകൊണ്ട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും. ഓ, അങ്ങനെയുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം നേരെ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇതാര് പെറുക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു, ആരുമില്ല, നമുക്ക് പെറുക്കാം, നമുക്കങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് പെറുക്കാമെന്ന് പറഞ്ഞാൽ ബസ്സിലേക്ക് കയറി. യെസ്. ഞങ്ങൾ പെറുക്കി ഈ കത്തിക്കരിഞ്ഞത് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ കത്തിക്കരിഞ്ഞ് അടുക്കി കിടക്കുകയാണ്. അത് പെറുക്കാൻ ഞാൻ പറഞ്ഞു, ഞാൻ പെറുക്കാം, ഞാനും കൂടാം. അപ്പം ഞങ്ങളിത് എടുക്കാൻ കൈയും ഇതൊക്കെ ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഇലയൊക്കെ വെട്ടിയിട്ടാണ് ബോഡി കിടക്കുന്നത്. അതുപോലെ കരിഞ്ഞ സ്മെല്ലാണ്. പലർക്കും അടുക്കാൻ പേടിയാണ്. ഞങ്ങളടുത്ത് പെറുക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും നമ്മുടെ റോഡിലെ തൊഴിലാളികൾ വന്നു, മരമുറിക്കൽ തൊഴിലാളി. അവർ പിന്നെ വന്നിട്ട് ബാക്കി ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൂടി തന്നു. അങ്ങനെയാണ് ഈ 16 ബോഡി അവിടെ നിന്ന് ഞങ്ങൾ പെറുക്കി നേരെ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അന്നേരം തൊട്ട് പിറ്റേ ദിവസം 4 മണി വരെ പിന്നെ വീട്ടിൽ പോകാതെ നിന്ന് ഞാനും ഈ കളക്ടറും ലാസ്റ്റിൽ അന്ന് പരസ്പരം ക്ഷയിക്കാൻ. എന്നിട്ടും രണ്ടാമതൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ വന്നു. അവിടെ 5 ആംബുലൻസേ ഉള്ളൂ. അപ്പോൾ 16 ബോഡിയുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ 2-3 എണ്ണം വെച്ച് കയറ്റി അങ്ങ് അയക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാധ്യമല്ല. അതെന്താ വെച്ചാൽ ഇവർക്കിൻ്റെ എല്ലാം ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് വന്നിട്ടില്ല, ഈ വീട്ടുകാർ ബന്ധുക്കളൊക്കെ വന്നിട്ട് അവരെയൊക്കെ വെച്ച് ഒരു ബോഡി അപ്പോൾ ആംബുലൻസിൽ എല്ലാം എന്തെടുക്കും? ഞാൻ പറഞ്ഞു, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് കളക്ടർ. അപ്പോൾ ആ വണ്ടിയിൽ വയർലെസ് സെറ്റുണ്ട്, ഒരു ഓർഡർ പാസ്സാക്കിയാൽ മുഴുവൻ ആംബുലൻസ് ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഓ, ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അന്നേരം പോയിട്ട് ഒരു പ്രൊസീഡിങ്സ് പാസ്സാക്കി 18 ആംബുലൻസ് 1 മണിക്കൂറിനാവും. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ലൈനാണ് നമുക്ക് ചില സമയത്ത് ഉണ്ടാക്കി കൊടുക്കാവുന്നത്. അന്നേരം തന്നെ 18 ആംബുലൻസ് വന്നു. ഈ പിറ്റേ ദിവസം 4 മണിക്ക് ഞങ്ങൾ രണ്ടും മുഴുവൻ ബോഡിയും കയറ്റിവിട്ടതിന് ശേഷം പരസ്പരം പ്രസ്ഥാനം ചെയ്തു പോകുമ്പോൾ അന്ന് ഏഷ്യാനെറ്റൊക്കെ വന്ന കാലഘട്ടമാണ്. വേറെ ചാനലൊന്നുമില്ല. ഏഷ്യാനെറ്റിൽ അന്ന് ബോബി എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടർ എന്നോട് വെച്ച് ഒരു ബൈറ്റ് തരാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ബൈറ്റൊക്കെ അവരോട് മേടിച്ചു, അതിൻ്റെ ഞങ്ങളുടെ പണിയല്ല. അപ്പോൾ ഇതൊന്നും നിൽക്കാൻ ഞങ്ങൾ നിന്നില്ല. പുള്ളി അത് ഈ അടുത്ത കാലം ഞാൻ തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, ഇതെല്ലാം ചെയ്ത പ്രവൃത്തിയും ഒരു ബൈറ്റ് വെച്ചിട്ട് അതുപോലും തരാതെ ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം പോയ ഒരാളുണ്ട്. പിറ്റേ ദിവസം പത്രങ്ങൾ കോളം ന്യൂസ് കൊടുത്തിരുന്നു.
നമ്മളിപ്പോൾ ഏതായാലും വർഷങ്ങൾക്ക് ശേഷം അതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സമയമാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട് ശ്രീ ജേക്കബ് ജോർജ്. അതായത് നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വലിയ മനുഷ്യൻ ഇതേക്കുറിച്ച് കോട്ടയവും ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ശ്രീ എൻ വാസവനെക്കുറിച്ചും വളരെ കൃത്യമായി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് ഇതൊക്കെ ആദ്യം അറിയുന്നയാൾ വാസവൻ എന്ന് പറയുന്ന ഒരു കമൻറ്റ് ഓർമ്മയുണ്ടോ? മമ്മൂക്കായിരിക്കും. അതെന്തായിരുന്നു? അത് മമ്മൂട്ടിയുടെ ഇടയ്ക്ക് ഞാൻ പാർലമെൻറ്റ് മത്സരിക്കാൻ ചെന്നപ്പോൾ കാണാൻ പോയി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിലെന്തുണ്ടായാലും ആദ്യം കിട്ടുന്ന ഒരാൾ, ആദ്യം വിവരറിയുന്ന ഒരാൾ ഞാൻ വാസവനാണല്ലോ. അപ്പോൾ പിന്നെ ആരെയും ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല, എല്ലാവരും പുറകെ വന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ അറിയുന്നത്? അപ്പം നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡ്യൂസർ കുരുവിള, സന്തോഷ് കുരുവിള, സന്തോഷ് ടി കുരുവിളയുടെ വീടിന് ഒരു അപകടമുണ്ടായി. ഞാനപ്പോൾ തിരുനക്കര മൈതാനത്തൊരു മീറ്റിംഗ് സ്റ്റേജിലിരിക്കുക. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ സൈറൻ കേട്ടു. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു, ഞാനെപ്പോഴും ഈ ഫയർഫോഴ്സിൻ്റെ സൈറൻ കേട്ടാൽ ഫയർഫോഴ്സ് ഓഫീസിൽ വിളിക്കുക, അതെങ്ങോട്ടാണ്? മിക്കവാറും അതെവിടെ അവർ ചെല്ലുന്ന കൂടപ്പം ഞാനും ചെല്ലാറുണ്ട്. അപ്പോൾ ഇവർ ഈ ഫയർഫോഴ്സ് പോയത് എങ്ങോട്ടാന്ന് വിളിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഇന്ന വീട്ടിലേക്കാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് പോകാനൊരു കുറുക്ക് വഴിയുണ്ട്. ഞാനപ്പോൾ വണ്ടി എടുത്ത് നേരെ ആ കുറുക്ക് വഴി ആ വീട്ടിൽ ചെന്നു. അപ്പോൾ ഫയർഫോഴ്സ് ചെല്ലുമ്പോൾ ഞാനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ അറിഞ്ഞെന്ന് അവർ ചോദിച്ചു. ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് വന്നു. അപ്പോൾ അത് പുള്ളിക്കാരൻ പോയി മമ്മൂട്ടിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ വിളിച്ചാൽ 3 കൂട്ടർ വരും, എന്നെ അറിയിച്ചാൽ ഫയർഫോഴ്സും വരും, പോലീസും വരും, രക്ഷാപ്രവർത്തനം നടക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഒരു അപകടം ഇവിടെ ഉണ്ടായി, ചങ്ങനാശ്ശേരി നമ്മുടെ കുറിച്ചിൽ തടിലോറി വന്നിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന ആളുകൾ വടം പൊട്ടി അതിൻ്റെ അടിയിൽ പോയി. ഇത് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചു, വസുൻ ചേട്ടാ ഓടിയോ, ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ മലബാറിനുമായിട്ട് വണ്ടിയെ കയറാൻ തുടങ്ങി. ഞാൻ തിരിച്ചാ വണ്ടി നേരെ അങ്ങോട്ട് വിട്ടു. ഞാൻ പോകുന്ന വഴിക്ക് കളക്ടറെ വിളിച്ചു, SP വിളിച്ചു. അന്ന് കളക്ടർ രാജുനാരായണസ്വാമി, SP നമ്മുടെ ശ്രീത്വ. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് അവർ വരുന്നു. അപ്പോൾ ചോദിച്ചു എങ്ങനെ അറിഞ്ഞത്? ഞങ്ങൾക്കൊന്നും മുഴുവൻ കിട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞു കണ്ടു നിന്നൊരാൾ എന്നെ വിളിച്ചു, ഞാൻ വന്നതാണ്. അതേപോലെ തന്നെ വൈക്കത്തൊരു വിമാനം വീണു. അപ്പോൾ ആദ്യം എന്നെ വിളിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ MLA. അപ്പോൾ ഇത് കുറേ കാലം മുമ്പാണ് ജേക്കബ് ജോർജ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണ ദുരന്തം ഉണ്ടായാൽ എല്ലാ സ്ഥലത്തും ആളുകൾ വിളിക്കുമ്പോൾ ഇത് ഞാൻ ഇവരെല്ലാം വിളിച്ചറിയിച്ചുകൊണ്ട് ഞാനും ചെല്ലുക സ്ഥലത്ത്. കാരണം ഇങ്ങനെയുള്ള ഇപ്പോൾ തേക്കടി ബോട്ട് അപകടം, കടുവാപ്പാറ ബസ് അപകടം, ശബരിമല സ്റ്റാമ്പേഡ്, പുല്ലുമേട് ദുരന്തം, കുമരകം ബോട്ട് അപകടം, ചങ്ങനാശ്ശേരി ടിപ്പർ അപകടം, ഈ കുറിച്ചി അപകടം, ഐങ്കൊമ്പ് കസ്തിരുന്നും, ഇതിലെല്ലാം ഞാൻ പിന്നെ പോയി ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം അപ്പം തന്നെ മെസ്സേജ് കിട്ടും, ആ സമയത്ത് പോകും. അപ്പോൾ പത്രക്കാരും എന്നെ വിളിക്കും കോട്ടയത്തെ, സാറിന് അവർ പറയുന്നത് എന്നിൽ നിന്നാണ് ഏതെങ്കിലും വിഷയം ഉണ്ടായി. ഈ പുല്ലുമേട് ദുരന്തം ഉണ്ടായപ്പോൾ മനോരമയിൽ നിന്ന് ടോണിയായിരുന്നു ബ്യൂറോ ചീഫ്. ഞാനെന്താ MLA അറിഞ്ഞോ ഇവിടെ പുല്ലുമേട് 2 പേര് മരിച്ചു, ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല 120 പേര് മരിച്ചു എന്ന്. ഉടനെ പുള്ളി ചോദിക്കും അതെങ്ങനെയാണ് വിവരം കിട്ടി? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് കൃത്യമായ വിവരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പത്രപ്രവർത്തകർക്ക് അപ്പോൾ വിവരം കിട്ടുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ജേക്കബ് ജോർജ് ഇങ്ങനെ അന്തം വിട്ട് കേട്ടിരിക്കുന്നു. കുറേ കാലത്തെ പരിചയത്തിലും ബന്ധത്തിലും അറിയാത്ത ഏടുകൾ പലതും ഇപ്പോൾ കേട്ടില്ലേ? അല്ല, പല പത്രക്കാരെ വാക്ക് വിവരങ്ങൾ ശേഖരിക്കാറുള്ളത്. ശരത്തെ, അതെ, ഞാൻ കോട്ടയത്തിരുന്നാണെന്ന് ഞാൻ പറഞ്ഞു. 2-3 വർഷമേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങ് വലിയ സുഹൃത്തുക്കളായി. നല്ല ഇതുവരെ കേൾക്കാത്ത കുറേ അനുഭവ കഥകൾ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതാണ് ഇത് മാത്രം നിങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുമില്ല. പക്ഷെ എനിക്കതിന് കാരണം ഞാൻ കാണുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചാണ് സഖാവ് വാസവൻ ഈ നിലയിലെത്തിയത്. എന്ന് വെച്ചാൽ അങ്ങനെ താഴേക്കിടയിൽ ആൾക്കാരുമായിട്ട് നമ്മൾ കാണുന്ന മന്ത്രി വാസവൻ അപ്പുറത്തൊരു വലിയ രാഷ്ട്രീയ പിന്നാമ്പുറമുണ്ട്, ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് സാധാരണക്കാരുമായിട്ടുള്ള ഇടപെടൽ, അവരുമായിട്ടുള്ള ബന്ധം. അപ്പോഴുണ്ട് അവർക്കെല്ലാം വാസവൻ ആരാണെന്നറിയാം. വാസവനെ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് വാസവനെ പാർലമെന്ററി രംഗത്തെ വാസവനെ എപ്പം വിളിച്ചാലും വാസവൻ ചേട്ടൻ എന്താണെങ്കിലും ഹേമന്ത് പറഞ്ഞ പോലെ വാസവൻ ചേട്ടൻ മാത്രമല്ല, വാസവൻ കൊച്ചേട്ടനും ഉണ്ട്. വാസവൻ ചേട്ടനാണ്. എല്ലാവർക്കും വിളിക്കാം. എപ്പോൾ വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കും, അദ്ദേഹം ഇടപെടും, അദ്ദേഹം ഓടിയെത്തും എന്ന് ജനത്തിനറിയാം. അതാണ് പ്രധാനം, ആ വ്യത്യാസം അതാണ്. ജയമർ ഡോക്ടർ, നേരത്തെ ഇങ്ങനെ കേരളത്തിൽ ഒരു കാലത്തും നമ്മൾ മറക്കാത്ത വലിയ അപകടങ്ങളുടെ ഒരു നിര ഇങ്ങനെ മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാനിങ്ങനെ ഡോക്ടറെ ശ്രദ്ധിക്കുകയായിരുന്നു. ഡോക്ടർ ഇങ്ങനെ ആ മെമ്മറിയെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നു താങ്കളുടെ ഒരു ചിന്ത പോയത് അവിടെയാവണം. അതുപോലെ തന്നെ ഞാൻ വേറൊന്നും ഓർക്കുന്നത്, ഇപ്പോൾ തിരക്ക് പിടിച്ച OP-കളാണ് ഇന്ന് സർക്കാർ ആശുപത്രികളിലെല്ലാം ഉള്ളത്. ഏത് ആശുപത്രിയിലേക്ക് പോയാലും ഇദ്ദേഹത്തിന് ഏറ്റുമാനൂർ
അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിൽ OP നടത്തുന്നുണ്ട് അദ്ദേഹം. കഴിഞ്ഞ ദിവസം ചെന്ന് ഉച്ചയ്ക്ക് ഒരു 2:30-3 മണിക്ക് അവിടെ ചെല്ലുമ്പോഴും ഒരു 75 ആളുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ OP കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളുകളങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ജനം അങ്ങനെ അവർ വിളിച്ചു ചോദിക്കും നാളെ OP ഉണ്ടോ, ഞായറാഴ്ച തലേദിവസം വിളിക്കും. സമാന്തര OP. അതെ അതെ അല്ല അതിൽ ചില ഇത് പറഞ്ഞ പോലെ സാറിനെ മെഡിക്കൽ കോളേജിലാണെങ്കിലും ഞങ്ങൾ എന്ത് ദുരന്തങ്ങളും എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ചെറിയ കാര്യങ്ങളിലും ഇടപെട്ട് ആ രോഗികൾക്ക് കൃത്യമായൊരു ചികിത്സ ഉറപ്പാക്കി അല്ലെങ്കിൽ അവിടുത്തെ പ്രോബ്ലംസിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് സാറ് പോകുള്ളൂ. അപ്പോൾ അതായിരുന്നു അത് ഒരു 30 വർഷത്തിലധികമായി സാർ അവിടുത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി മെമ്പറായിട്ടും എല്ലാം ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും സാർ അവിടെ ഉണ്ടായിരുന്നു. അതാണ് അതെ പറയുന്നത്.